ഹലോ, ഗുഡ് മോർണിംഗ്. ഇന്നൊരു കപ്പ തോരനായാലോ? നമ്മുടെ പച്ചക്കപ്പ പുഴുക്കല്ല കേട്ടോ, തോരൻ. അതായത് പച്ചക്കപ്പ എടുത്തിട്ട് കനം കുറച്ച് ചെത്തി അരിയുക. ഇങ്ങനെ കൊത്തിയല്ല അരിയണത്, ചെത്തി അരി. അത് ഒരുവിധം എല്ലാവർക്കും തന്നെ അറിയായിരിക്കും. പക്ഷേ പുഴുക്കൊക്കെയാണ് ഞാൻ കൂടുതലും കണ്ടേക്കണത്. ഇങ്ങനെ ഞാൻ അധികാരം ഉണ്ടാക്കി കണ്ടിട്ടില്ല. എനിക്കറിയില്ല, വീട്ടിൽ അമ്മ ഉണ്ടാക്കി തന്നിരുന്നതാണ്. ഞാൻ വേറെ എവിടെ നിന്നും കഴിച്ചിട്ടില്ല. വീട്ടിൽ നിന്ന് അമ്മ ഉണ്ടാക്കി തന്നതല്ലാതെ ഞാൻ വേറെ എവിടെയും കൂടുതലും പുഴുക്കാണ് കണ്ടേക്കണം, അല്ലെങ്കിൽ ചെണ്ട പുഴുങ്ങിയത്. ഇങ്ങനെ ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ ഇങ്ങനെ അരിഞ്ഞ് നന്നായിട്ട് കഴുകിയെടുത്ത് തിളച്ച വെള്ളത്തിലേക്ക് ഇട്ടെടുക്കണം കേട്ടോ. അല്ലാണ്ട് വെള്ളം ഒഴിച്ച് തിളപ്പിക്കരുത്, അപ്പോൾ കുഴഞ്ഞു, അപ്പോൾ പുഴുക്കാവും. ഇത് തിളച്ച വെള്ളത്തിലേക്ക് ഇട്ടിട്ട് പിന്നെ തിളപ്പിക്കേണ്ട, ഒരു 2 മിനിറ്റ് കഴിയുമ്പോൾ അതൊന്ന് വാടി കഴിയുമ്പോൾ എടുക്കാം. നമ്മളിങ്ങനെ കറ കടിക്കണം. എന്നിട്ട് അതൊരു സ്ട്രെയിനറിലേക്ക് വെള്ളമൊക്കെ ഊറ്റി എടുക്കാം. ഇനി നമുക്ക് ഈ സമയം കൊണ്ട് നമുക്ക് തേങ്ങ ചതച്ച് വെക്കാം കേട്ടോ. തേങ്ങ, കാന്താരിമുളക്, ജീരകം, ഉള്ളി, വെളുത്തുള്ളി ഇതെല്ലാം കൂടെ ഒതുക്കി വെക്കുക. അപ്പം ഞാൻ ഒരു ഉരുളി അടുപ്പത്ത് വെച്ച് ഉഴുന്ന്, കടുക്, കറിവേപ്പിലൊക്കെ ഇട്ടിട്ടുണ്ട്. പിന്നെ കുറച്ചധികം മുളക് ഇട്ടിട്ടുണ്ട്. ഞാൻ ഈ മുളക് ഇത്ര അധികം ഇടണം എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കപ്പ ഇത് കഴിക്കാൻ വേണ്ടിയിട്ട് ഈ മുളക് ഉള്ളിയും കൂടെ, ഈ മുളക് എടുത്തിട്ട് ഉള്ളി എടുത്ത് തിരുമ്മിയിട്ട് അതിൻ്റെ കൂടെ അങ്ങനെയാണ് ഞാൻ കഴിക്കുന്നത് കേട്ടോ. അതുകൊണ്ടാണ് ഇത്ര അധികം മുളക് ഇട്ടത്. അപ്പം നമ്മൾ ഒതുക്കി വെച്ച തേങ്ങ അതിൽ ചേർത്തിട്ടുണ്ട്. എന്നിട്ട് വേവിച്ച് വെച്ച കപ്പ ഇടുക, ആവശ്യത്തിന് ഉപ്പിടുക, പിന്നെ മഞ്ഞൾപ്പൊടി ഇടുക. എന്നിട്ട് നമ്മുടെ മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച്, അത് അധികം വെള്ളം വേണ്ട കേട്ടോ, കുറച്ച് വെള്ളം ഒഴിച്ച് അത് നന്നായിട്ട് ഇളക്കിയിട്ട് ഒരു 5 മിനിറ്റ് ഒന്ന് അടച്ച് വയ്ക്കുക. ആ വെള്ളമൊക്കെ ഒന്ന് വറ്റി കഴിയുമ്പം നമുക്ക് വാങ്ങാം. ഓക്കെ, അപ്പോൾ അതെ നമ്മുടെ കപ്പ റെഡിയായിട്ട്. ഇതിനെന്താ പേര് പറയാമെന്ന് എനിക്കറിയില്ല. തളിര് അരിഞ്ഞ കപ്പ തോരൻ അങ്ങനെയാണ് പറയേണ്ടത്, കപ്പ പുഴുക്കുന്നല്ല. അപ്പം മീനും ഉണ്ട്, പക്ഷേ ഞാൻ മീൻ കൂട്ടിയല്ല കഴിക്കണത്. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഉള്ളി കൈകൊണ്ട് കല്ലിൽ പൊട്ടിച്ചതല്ല, കൈകൊണ്ട് തന്നെ തിരുമ്മി വെച്ചിട്ടുണ്ട്. ഉപ്പും വെളിച്ചെണ്ണയും ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ അതിലെ മുളകും എടുത്ത് അതിൻ്റെ കൂട്ടത്തിലേക്ക് കൈകൊണ്ട് തന്നെ തിരുമ്പാണ്. അപ്പോൾ കുറച്ച് വെളിച്ചെണ്ണയും ഉപ്പും കുറച്ച് വെള്ളവും ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ അത് റെഡി. പിന്നെ മാങ്ങ അച്ചാർ, തൈര്, പിന്നെ നമ്മുടെ കപ്പ എടുക്കും. അപ്പം ഞാൻ ഇങ്ങനെയാട്ടോ കഴിക്കണേ. ഇങ്ങനെ കഴിക്കുന്നവരാരെങ്കിലും ഉണ്ടോ? എനിക്ക് മീനിനേക്കാൾ ഇഷ്ടം ഇങ്ങനെ കഴിക്കണതാണ്. ഓക്കെ, അപ്പോൾ കഴിച്ചിട്ട് വരാം കേട്ടോ.